ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച അനേകം ജീവിതങ്ങളുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം ഞാൻ വായിക്കും. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പൗലോസ്ലീഹ അഭിമാനത്തോടെ താൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും യേശു തന്നിൽ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചും പറഞ്ഞു വെക്കുന്ന ഒരു വചനഭാഗമാണ് ഫിലിപ്പിയർ 3:12. അദ്ദേഹം പറയുകയാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. എന്നാൽ എനിക്കിത് കിട്ടിയെന്നോ യേശുവിനെ മുഴുവനായി ഞാൻ അനുഭവിച്ചെന്നോ അതിനർത്ഥമില്ല. എന്നാൽ ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, യേശുക്രിസ്തു ഒരാത്മാവിനെ സ്വന്തമാക്കുകയും മറ്റൊരാത്മാവ് യേശുക്രിസ്തുവിലേക്ക് അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് യേശുവിൽ ഒന്നാകുന്ന അവസ്ഥ, പരിപൂർണ ലയനം എന്ന് പറയുന്ന അവസ്ഥ, തൃത്വത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ. ഓരോ മനുഷ്യാത്മാവും ഈ ഒരു തൃത്വത്തിന്റെ ലയനത്തിലേക്ക്, സ്വർഗീയ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടതാണെന്ന് എനിക്കും നിങ്ങൾക്കും വ്യക്തമായി അറിയാം. എന്നാൽ ചില ജീവിതങ്ങൾ അതിനായി കൂടുതലായി പരിശ്രമിക്കുന്നു, അതിനായി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു. അത് മാത്രമായി ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ അവരിലേക്ക്, ആ പൂർണ്ണതയിലേക്ക് ദൈവം അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതായി വിശുദ്ധരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ അതിയായ സ്നേഹം സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മ അധ്യാപികയാണെന്ന് ദൈവം പറഞ്ഞുകൊടുത്ത് അതനുഭവിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ വെറോനിക്ക ജൂലിയാനി എന്ന് പറയുന്ന വിശുദ്ധ. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഈ വിശുദ്ധയെ കുറിച്ച് പരിശുദ്ധ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: അവൾ എന്റെ ഹൃദയത്തിന്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ വായിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പല വിശുദ്ധരുടെയും ജീവിതത്തിൽ ഹൃദയങ്ങൾ കൈമാറുന്ന ഒരവസ്ഥ. ഞാൻ തന്നെ നിങ്ങളോട് വചനത്തില് പലതവണ പറഞ്ഞിട്ടുണ്ട്. പല വിശുദ്ധരും പൗസ്തീന പുണ്യവതിക്കൊക്കെ ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈശോയുടെ ഹൃദയം അവർക്ക് കൈമാറുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ വെറോനിക്ക എന്ന് പറയുന്ന സന്യാസിനിയായ വിശുദ്ധിയുടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കാണുക. വെറോനിക്കയ്ക്ക് പരിശുദ്ധ അമ്മ തന്റെ ഹൃദയം സമ്മാനിച്ചുകൊണ്ട് അമ്മ പറയുന്നുണ്ട്, ഇവൾ എന്റെ ഹൃദയത്തിന്റെ ഹൃദയമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അതിനൊരു കാരണമുണ്ട്. വെറോനിക്ക പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ, എനിക്ക് നിന്റെ ഹൃദയം തരണം. കാരണം വെറോനിക്ക പരിശുദ്ധ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നത് കൊണ്ട് അമ്മയ്ക്കുള്ള ദൈവസ്നേഹത്തിന്റെ ആഴം, സ്വർഗത്തോടുള്ള അമ്മയുടെ ആഴപ്പെട്ട ആ ഒരു അടുപ്പം, അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്വർഗത്തിലുള്ള സ്ഥാനമൊക്കെ അവൾ നിരന്തരം ധ്യാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുത്രനെ സ്നേഹിക്കുന്ന അമ്മയുടെ ഹൃദയം സ്വന്തമാക്കാൻ അത്രമാത്രം ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചവളാണ് വിശുദ്ധ വെറോനിക്ക ജൂലിയാനി. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഈ വിശുദ്ധയുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് നിങ്ങളോട് വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം ഒരു സന്യാസിനിയായ സിസ്റ്റർ, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട സിസ്റ്റേഴ്സിനെ സാധാരണഗതിയിൽ കർത്താവിന്റെ മണവാട്ടികൾ എന്നാണ് നാം വിളിക്കാറ്. അതങ്ങനെയാണ് താനും. വ്രതബദ്ധ ജീവിതത്തിലൂടെ യേശുക്രിസ്തുവിനെ മണവാളനായി സ്വീകരിക്കുന്നവരാണ് ഓരോ സന്യാസിനികളും. വെറോനിക്കയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ മണവാളനായ ഈശോ തന്റെ എല്ലാമായി അവൾ ഏറ്റുപറയുമ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്ന ദർശനങ്ങളിൽ അധിക സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും, ഈശോ അവളെ കുറിച്ച് പറയുകയാണ്, നീ എന്റെ ഭാര്യയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധയുടെ ജീവചരിത്രത്തിലെ അനിതര സാധാരണമായ ചില അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ അത് പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധിയായി ഉയർത്തിയ ഒരു സന്യാസിന്റെ ഡയറി കുറിപ്പുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. 1660 ജനിച്ച്
1727 മരിച്ച ഒരു സന്യാസിനിയായ വിശുദ്ധയാണ് വിശുദ്ധ വെറോനിക്ക. ഇവരുടെ ജീവിതത്തിൽ 3 വലിയ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ജീവിതത്തിൽ അനുതര സാധാരണമായ സഹനം അനുഭവിച്ച വ്യക്തിയാണ് ഈ വിശുദ്ധ. രണ്ടാമത്തെ കാര്യം, ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ ഈശോയുടെ പഞ്ചശതങ്ങൾ കർത്താവ് കൊടുത്തിരുന്നു എന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രത്യേകത, ഈ വെറോനിക്കയുടെ ജീവിതത്തിൽ അവൾക്ക് കിട്ടിയിരിക്കുന്ന ദർശനങ്ങൾ, ഡയറിക്കുറിപ്പുകൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ദിവ്യ മണവാളനായ ഈശോ അവളെ പലപ്പോഴും കുരിശിൽ തറയ്ക്കപ്പെടാൻ ക്ഷണിക്കുന്നതായും അവൾ ഈശോയോടൊപ്പം കുരിശിന്റെ മറുപുറത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്നതായും ഒക്കെയുള്ള അനുഭവങ്ങൾ നിരന്തരമായി അവളുടെ ഡയറിക്കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ പ്രത്യേകം നിറഞ്ഞ അനുഭവങ്ങളാണ് ഈ വിശുദ്ധയുടെ ജീവിതത്തിലുള്ളത്. 2 നൂറ്റാണ്ടിന് ശേഷം ഇന്ന് ഈ നാളുകളിൽ ഈ വിശുദ്ധയുടെ ഡയറിക്കുറിപ്പുകൾ ഏറെ ശ്രദ്ധേയമാവുകയാണ്. ഈ ഡയറിക്കുറിപ്പുകളിൽ ഏകദേശം 25 വർഷക്കാലം എടുത്താണ് അവൾ ഡയറിക്കുറിപ്പുകൾ എഴുതിയത്. ദൈവം കൊടുത്ത അനുഭവങ്ങളൊക്കെ എഴുതി വെച്ചത്. അനുസരണത്തെ പ്രതിയാണ് അവൾ അത് എഴുതിയത്. അവളെ ഇത് എഴുതുവാനായി സഹായിച്ചത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മേ, നീ എന്നെ സഹായിക്കണമേ എന്ന് അവൾ എപ്പോഴും അമ്മയോട് പറഞ്ഞിരുന്നു. അവൾ തന്നെ ഡയറി എഴുതുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 25 വർഷക്കാലം, അതായത് 1693 മുതൽ 1727 വരെ, മരണത്തിന് മുമ്പുള്ള സമയം വരെ അവൾ ഡയറിക്കുറിപ്പുകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അവസാന നാളുകളിൽ ഇവളുടെ കൈവിരലുകൾ ചലിക്കാതെയായി. പക്ഷെ അനുസരണത്തിന്റെ പേരിൽ ഇവർക്ക് ഇത് എഴുതി പൂർത്തിയാക്കിയേ പറ്റൂ. അപ്പോൾ ഇവൾ വെച്ചിരിക്കുന്ന പേപ്പറിന്റെ മുകളിലേക്ക് തന്റെ കൈകൾ എടുത്തു വെച്ച് കഴിയുമ്പോൾ, അമ്മ എന്റെ കൈ അനങ്ങുന്നില്ലല്ലോ എന്ന് പറയുകയും എഴുതേണ്ടത് എന്താണ് എന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിക്കുന്ന ആ സമയത്ത് ഇവരുടെ കൈകൾ അറിയാതെ ചലിക്കുകയും പേപ്പറുകൾ നിറഞ്ഞിരുന്നതായും എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ പറയുകയാണ്, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇതെല്ലാം എന്റെ പരിശുദ്ധ അമ്മ എഴുതിയതാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിസ്സഹായ അവസ്ഥയിൽ എത്രമാത്രം നാം അമ്മയെ ചേർത്ത് പിടിക്കുന്നോ അവിടെ എല്ലാം അമ്മ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഓർക്കുകയാണ്, എന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ദിവസം വളരെ ടെൻഷനോടെ ഭാരത്തോടെ ഞാൻ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോ അമ്മയെ കൂടെ വരണേ എന്നൊക്കെ പറയുമ്പോഴും ഉള്ളു നിറയെ വലിയ ഭയമാണ്. കാരണം കുറെ പേരൊക്കെ തെറ്റിക്കുന്നു, തോക്കുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും അവസാനത്തെ ആളാണ് ഞാൻ. വലിയ ഭാരത്തോടെയാണ് ഗ്രൗണ്ടിലേക്ക് ഞാൻ ചെല്ലുക. ചെന്ന് കാറിൽ കയറി ഇരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഞാൻ ആ കാറിന് ചില്ലൊക്കെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അതിന്റെ അകത്തിരുന്ന് കരയുകയാണ്. ഉറക്കം ഞാൻ കരയുമ്പോഴും ആരും ശ്രദ്ധിക്കുന്നില്ല. കരയുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, എന്റെ ഇടതുവശത്തെ സീറ്റിലിരുന്ന് പരിശുദ്ധ അമ്മ എന്നെ നോക്കി ചിരിക്കുന്നത് ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റും കൂടാതെ അത് പൂർത്തിയാക്കി ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ ഒരു അനുഭവമായിരുന്നു എനിക്ക്. കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുന്നത് ഞാൻ കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നിസ്സഹായ അവസ്ഥകളിൽ അമ്മ കൂടെയുണ്ട്. അത് വെറും വാക്കല്ല എന്ന് നിങ്ങളെ ഈ സമയം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വെറോനിക്ക പറഞ്ഞില്ലേ, എന്റെ കൈകൾ അറിയാതെ ചലിക്കുകയാണ്. അതെ, അത് പരിശുദ്ധ അമ്മ ചലിപ്പിച്ചതാണെന്നും അമ്മയാണ് എഴുതിയതെന്നും അവൾ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 22,000 പേജുകളാണ് 25 വർഷങ്ങൾ കൊണ്ട് അവൾ എഴുതി ചേർത്തത്. ഒരിക്കല് അവൾ ഈ ഡയറി എഴുതുന്ന സമയത്ത് അവൾ പറയുന്നത് ഇപ്രകാരമാണ്: സാത്താൻ എപ്പോഴും അവളെ ഉപദ്രവിച്ചിരുന്നു. കാരണം സ്വർഗം കൂടെ ഇരിക്കുന്ന സ്വർഗീയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ മണവാട്ടിയെ തകർക്കാനായിട്ട് പിശാച് ഏറെ പാടുപെട്ടിരുന്നു. ഒരിക്കല് അവളുടെ ജോലിയൊക്കെ പൂർത്തിയാക്കി 15 മിനിറ്റ് കൂടി സമയമുണ്ട്. എന്നാൽ ഈ സമയത്ത് പോയി ഡയറി എഴുതാമെന്ന് വിചാരിച്ച് അവൾ ധൃതിയിൽ മുറിയിലേക്ക് നടക്കുമ്പോൾ സാത്താൻ തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കവിളത്ത് അടിച്ചിട്ട് പറഞ്ഞു, എന്റെ കയ്യിലുള്ള ആത്മാക്കളെ തട്ടിയെടുക്കാനുള്ള കാര്യങ്ങളാണെന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല എന്ന്. അതുപോലെ തിന്മ അവളെ പരസ്യമായി അവളോട് പോരാടിയിരുന്നുവെന്നും അവളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഈ വെറോനിക്കയുടെ ആദ്യത്തെ പേര് ഈശോയുടെ വെറോനിക്ക എന്നായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ 1700 ഏപ്രിൽ മാസം 29 പരിശുദ്ധ അമ്മ
അവളോൾക്ക് കാണപ്പെട്ട് അവളോട് പറഞ്ഞു, നിന്റെ പേര് ഈശോയുടെയും മറിയത്തിന്റെയും വെറോനിക്ക എന്നായിരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് അറിയാം ഓരോ വിശുദ്ധരുടെയും ജീവിതത്തില് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ പ്രിയപ്പെട്ടവരായി പേര് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോ അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഞാനും ചിന്തിക്കുകയാണ്, ആൻ മരിയ, എന്റെ മാതാവിന്റെ ആ ഒരു സാന്നിധ്യം എന്റെ കൂടെയുണ്ടെന്ന് ഞാനും അങ്ങ് ചിന്തിക്കുകയാണ്, ഞാനത് വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വെറോനിക്കയുടെ ജീവിതത്തിൽ അമ്മ ഇത്രമാത്രം ഇടപെടുമ്പോൾ ഇവളുടെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ അമ്മയുള്ളവർക്കുള്ള അടുപ്പത്തിലേക്ക് ഇവളെ സഹായിച്ചത് ഇവളുടെ സ്വന്തം അമ്മയാണ്. ചെറുപ്പത്തിൽ തന്നെ ഇവളുടെ അമ്മ മരിച്ചുപോയി. എന്നാൽ ഇവൾക്ക് അറിവായ സമയത്ത് ഇവളുടെ അമ്മ ഇവൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എപ്പോഴും മാതാവിന്റെ രൂപം എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ സാധാരണഗതിയിൽ മാതാവിന്റെ സ്റ്റാച്ചുവിൽ മാതാവ് ഉണ്ണി എടുത്തു പിടിച്ചിരിക്കുന്നതാണ് ഇവൾ കൂടുതലായി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവൾ ഈ രൂപം കാണുമ്പോഴെല്ലാം മാതാവിനോട് പറയും, എന്റെ അമ്മേ, ആ ഉണ്ണി ഈശോയെ എനിക്കൊന്ന് തരുമോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഉണ്ണി ഈശോയെ എനിക്കൊന്ന് തരുമോ എന്ന് അവൾ ചോദിച്ചത് അമ്മ സശ്രദ്ധം കേട്ടുവെന്നാണ് അവൾ പറയുക. അതുകൊണ്ടാണ് ഈശോയുടെ മണവാട്ടിയായി മാറുവാൻ വിളി കിട്ടിയതെന്നും അങ്ങനെ ഈശോയുടെ സ്വന്തമായി അവൾ മാറുകയും ഈശോ അവളുടെ അടുത്ത് വരുന്നതുമായി അവൾക്ക് അനുഭവമുണ്ട്. ഒരു ദർശനത്തില് അവൾ ഇപ്രകാരം കാണുകയാണ്, ഈശോ തന്നെ അടുത്തേക്ക് വന്നു, പരിശുദ്ധ അമ്മയെയും ഈശോ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഈശോ അമ്മയോട് പറഞ്ഞു, ഇവൾ എന്റെ ഭാര്യയാണ്, ഇത് അമ്മയുടെ മകളാണ്. എന്നിട്ട് ഈശോ അമ്മയോട് പറയുകയാണ്, ഇവൾ വിശ്വസ്തയായിരിക്കാൻ, എന്റെ ഭാര്യ എന്ന നിലയിൽ വിശ്വസ്തയായിരിക്കാൻ വേണ്ട സംരക്ഷണവും സഹായവും നീ ചെയ്തു കൊടുക്കണം. നീ ഇവളുടെ അധ്യാപികയായി മാറണം. ലോകത്തിന് വേണ്ടി ഇവളിലൂടെ ചെയ്യാനുള്ളതിനെല്ലാം ഇവളെ സഹായിക്കണമെന്ന് ഈശോ അമ്മയോട് പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ത്രിത്വത്തിലേക്കുള്ള വലിയ ആത്മീയ അടുപ്പം നമുക്ക് ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഈ വിശുദ്ധയ്ക്ക് പഞ്ചശതം കിട്ടിയത് ഒരു വലിയ അനുഭവമാണ്. അവളെ ഇപ്രകാരമാണ് പറയുക, എപ്പോഴും ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പുണ്യവതി ഈശോയുടെ സ്നേഹത്തിലിരിക്കുമ്പോൾ ഒരിക്കല് ഒരുപാട് ത്യാഗപ്രവൃത്തികളെല്ലാം ചെയ്ത് പാപികളുടെ മാനസാന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈവനിങ്ങിൽ, ഒരു വൈകുന്നേരം ക്രൂശിതനായ ഈശോ അവളുടെ അടുക്കലേക്ക് വരുന്നതായി അവൾ കണ്ടു. ഈശോ ഇങ്ങനെ രക്തത്തിൽ മൂടിയിരിക്കുന്ന ഈശോ കുരിശിൽ കിടക്കുകയാണ്. വ്യാകുലയായ പരിശുദ്ധ അമ്മ കുരിശിന്റെ താഴെ നിൽപ്പുണ്ട്. എന്നിട്ട് ഈശോ അവളോട് പറഞ്ഞു, നിന്നെ എന്നെ പോലെ ആക്കുന്നതിന് വേണ്ടി നീ എന്റെ കുരിശിന്റെ കീഴെ നിൽക്കണം, എന്റെ കുരിശിൽ കിടക്കണമെന്നും ഈശോ അവരോട് ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ഈശോയുടെ സ്വരം കേട്ടപ്പോ അടുത്തു നിന്ന വ്യാകുലിയായ മാതാവിനോട് വെറോനിക്ക പറഞ്ഞു, അമ്മേ, ഈശോ അനുവദിക്കുന്ന എല്ലാം സ്വീകരിക്കാൻ, എന്റെ പ്രാണപ്രിയന്റെ കൂടെ ആയിരിക്കാൻ ഞാൻ എന്തും സ്വീകരിക്കാൻ തയ്യാറാണ് അമ്മേ എന്നാണ് അവൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്. അപ്പോൾ അമ്മ ഈശോയോട് പറയുകയാണ്, ഈശോയെ, ഇവൾ എന്തും സ്വീകരിക്കാൻ തയ്യാറാണ്, നിന്റെ അനന്ത കൃപ ഇവളിലേക്ക് ചൊരിയണമേ എന്ന്. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഈശോയോട് ഈശോ നമ്മളൊരു കാര്യം പറയുന്നു, അത് ചെയ്യാനുള്ള സഹായം പരിശുദ്ധ അമ്മയോട് നമ്മൾ ചോദിക്കുമ്പോ അമ്മ ആ നിമിഷം തന്നെ പുത്രനോട് അത് ചോദിച്ച് മേടിച്ചു തരുമെന്നാണ് ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ അത് ചെയ്യാൻ, എന്റെ പീഡാനുഭവത്തിന്റെ കൃപകൾ അവൾക്ക് കൊടുക്കാൻ പോവുകയാണ്, ഇതാ ഇപ്പോൾ ഈ നിമിഷം തന്നെ എന്ന്. എന്നിട്ട് അവൾ ഇങ്ങനെ കാണുകയാണ്, ഈശോയുടെ 5 മുറിവിൽ നിന്നും 5 പ്രകാശരശ്മികൾ വെറോനിക്കയെ തേടി വരികയാണ്. അകലേന്ന് വലിയ പ്രകാശരശ്മികൾ വരുന്നതായും അടുത്തെത്തും തോറും 5 വലിയ പ്രകാശ ഗോളങ്ങൾ, തീ ഗോളങ്ങളായി അവൾ കാണുന്നു. എന്നാൽ വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ കാണുകയാണ് 4 ആണികളും ഒരു കുന്തവും. 4 ആണിയും കുന്തവും പ്രകാശ വലയത്തില് തീ ഗോളത്തിൽ ജ്വലിച്ചു നിൽക്കുന്നതായും അത് അവളിലേക്ക് വന്ന് താഴ്ന്നിറങ്ങിയതായും അവൾ കണ്ടു എന്നാണ് അവൾ പറഞ്ഞു വെക്കുക. പിന്നീട് അവൾ സുബോധത്തിലേക്ക് വരുന്ന സമയത്ത്, ഈ സമയത്ത് അവൾക്കുണ്ടായ അനുഭവം ഇപ്രകാരമാണ്,
ഈശോയുടെ ഹൃദയത്തിലേക്ക്, ദൈവത്തിന്റെ സ്വന്തം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു അനുഭവവും അമ്മ കൈ പിടിച്ച് ഈശോയിലേക്ക് അവളെ ചേർത്ത് പിടിക്കുന്നതായും പുത്രനായ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നതായും പരിശുദ്ധ ത്രിത്വം അവിടെ വന്നു നിൽക്കുന്നതായും ഒക്കെ അവൾ കാണുകയാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, പിതാവായ ദൈവത്തിന്റെ സ്വരം അവൾ കേട്ടുവെന്ന്. നീ ഇന്നു മുതൽ എന്നേക്കും എന്റെ മകളായിരിക്കുമെന്നും പുത്രനായ തമ്പുരാൻ ഇപ്രകാരം പറയുന്നെന്നും നീ എന്റെ ഭാര്യയാണെന്നും പരിശുദ്ധാത്മാവായ ദൈവം അവളോട് ആവശ്യപ്പെടുകയാണ്, നീ എന്റെ ശിഷ്യയായിരിക്കണമെന്നും. എന്നിട്ട് തൃത്വം പറയുകയാണ്, നിന്റെ പരിശുദ്ധ അമ്മയെ നീ സംരക്ഷകയായും അമ്മയായും അധ്യാപികയായും സ്വീകരിക്കണമെന്നും. ഇവിടെ അവൾ എഴുതി വെക്കുകയാണ്, എന്റെ ജീവിതത്തിൽ പരിശുദ്ധ ത്രിത്വത്തിലേക്കുള്ള ഒരു ലയനമായിട്ടാണ് എനിക്കത് കാണാൻ പറ്റുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾക്കിതിനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം മനുഷ്യാത്മാവിൽ ചെയ്യുന്നത് ഇപ്രകാരമൊക്കെയാണ്. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. ഈ തലത്തിലേക്ക് എത്താൻ സിസ്റ്ററിന് സാധിക്കും, ഒരു ഭാര്യയ്ക്ക് സാധിക്കും, ഒരു ഭർത്താവിന് സാധിക്കും, ഒരു യുവതിക്ക് സാധിക്കും, ഒരു യുവാവിന് സാധിക്കും. അതിന് യാതൊരുവിധ സംശയങ്ങളും ഇല്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധരുടെ ജീവിതത്തിലൂടെ. ഈ ദർശനം കഴിഞ്ഞ് അവൾ കണ്ണുകൾ തുറക്കുമ്പോൾ അവൾ കാണുന്നത് അവളുടെ കുമ്പസാരക്കാരൻ വൈദികൻ വിശുദ്ധ കുർബാനയുമായി അവളുടെ അടുക്കലേക്ക് വരുന്നതാണ്. അത് കണ്ട നിമിഷം തന്നെ അവൾ വീണ്ടും മറ്റൊരു ദർശനത്തിലേക്ക് പോവുകയാണ്. മാലാഖമാർ വിശുദ്ധ കുർബാന എടുത്തുകൊണ്ടുവന്ന് അവളുടെ നാവിലേക്ക് വെക്കുന്നു. അവൾ എഴുതി വെച്ചിരിക്കുകയാണ് ഇപ്രകാരം, അന്ന് എന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധ കുർബാനയിലൂടെ സ്വർഗം നമ്മിലേക്ക് ചൊരിയാൻ പോകുന്ന മുഴുവൻ കൃപകളും എനിക്ക് ലഭിച്ച ഒരു ദിവസമാണ് അന്ന് എന്നാണ് അവൾ എഴുതി വെച്ചിരിക്കുക. പിന്നീട് അവൾ പറയുകയാണ്, അവളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഈ ആത്മീയമായി ഇത്രമാത്രം ഉയർന്നു നിൽക്കുമ്പോൾ ഭൗതിക കാര്യത്തിൽ ഇവൾക്ക് കുറവ് വന്നില്ല. അവളുടെ ജീവിതത്തിൽ ഈ സമയത്ത് തന്നെയാണ് അവൾ ഗവൺമെന്റിൽ അവൾ മഠാധിപയായി മാറുക. അതുപോലെ സമൂഹത്തിന്റെ വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവൾ എത്തിപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു, ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല. പഞ്ചശതങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, ദൈവിക ദർശനങ്ങളുണ്ട്. ഒന്നിനും കുറവ് വരുത്താതെ എല്ലാം ചെയ്തു. എല്ലാം ചെയ്തതുകൊണ്ട് അവള് പറയുകയാണ്, എന്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമയം മാറ്റിവെച്ചത് കൊണ്ട് ഇന്ന് ഈശോ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ, ഈശോയോടൊപ്പമായിരിക്കാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നാം മാറ്റിവെക്കുന്ന സമയമൊന്നും നഷ്ടമാവില്ല, ഒന്നും അധികമാവില്ല. എത്രമാത്രം കൊടുക്കുന്നോ അത്രമാത്രം ആനന്ദത്തിന്റെ കൃപകളാൽ സ്വർഗം നമ്മെ നിറയ്ക്കുമെന്ന് വലിയൊരു സത്യമാണ്. ഇനി ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടായിരുന്നു ഈ വേറോനിക്കായ്ക്ക് അതിയായ ഭക്തി ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ അതിയായി സ്നേഹിക്കാം. ആ വിമല ഹൃദയത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ ചോദിച്ച് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളുന്നു, സൗഖ്യദായകനായി ഈശോ എഴുന്നള്ളുന്നു, ആത്മസൗഖ്യം നൽകി നാഥൻ അണയുന്നിതാ.
തിരുമുറിവിൽ നിന്നൊഴുകും ചുടുചോരയിൽ പാപദംശനമേറ്റോരെ സുഖമാക്കുവാൻ സുരലോകം വിട്ടിറങ്ങിയ ദൈവസൂനു തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. സുരലോകം വിട്ടിറങ്ങിയ ദേവസൂനു തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ ഉയർത്തി പരിശുദ്ധ കൂദാശയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. സങ്കീർത്തനം 79 അധ്യായം 8-9 വചനങ്ങളിൽ നമ്മൾ വായിച്ചു. അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, എന്തെന്നാൽ ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു. ഓ കൃപയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവേ, അങ്ങയുടെ അനന്ത കൃപ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടുവാൻ ഞങ്ങളിതാ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ അങ്ങയുടെ പക്കലേക്ക് ഇതാ ഉറ്റുനോക്കുന്നു. ഓ കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകുമപ്പ? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലാണെന്നുള്ള വലിയ ബോധ്യത്തോടെ അപ്പ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി മനമുയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ കൃപ തകർന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, നിലം പറ്റിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അങ്ങയുടെ ഇരിപ്പിടം, കൃപ നിറഞ്ഞ ഈ ബലിപീഠം, ഓ ദൈവമേ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് തിരുമുമ്പിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കൃപ നിറയ്ക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം. എൻ്റെ ഈശോയെ, ഞാനിവിടെയുണ്ട് ഈശോയെ, ഈ തിരുവോസ്തിയിൽ നീയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈശോയെ. എൻ്റെ മുഴു ഹൃദയത്തോടെ, എൻ്റെ മുഴു മനസ്സോടെ, എൻ്റെ സർവശക്തിയോടെ നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, നിൻ്റെ പക്കലേക്ക് കൃപകൾ സ്വീകരിക്കാൻ ഇതാ ഓടി വന്നിരിക്കുന്നപ്പാ. നിന്റെ പക്കലേക്ക് കൈകൾ നീട്ടിയ അന്ധനെ പോലെ, നിന്റെ വസ്ത്രത്തിൽ തൊടുവാൻ ആഗ്രഹിച്ച രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ, കർത്താവെ നിന്നെ വിളിച്ചു കരഞ്ഞ അന്ധനെ പോലെ ഇതാ കർത്താവെ നിന്റെ പക്കലേക്ക് എൻ്റെ കരങ്ങൾ ഞാൻ നീട്ടുന്നു അപ്പാ. എൻ്റെ ഹൃദയം ഇതാ നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു കർത്താവെ. കൃപാവരത്തിന് സിംഹാസനത്തിൽ കൃപകൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ നീട്ടി ഉറക്കെ വിളിക്കട്ടെ. ഈശോയേ, ഈശോ, ഈശോ, ഈശോയേ, എൻ്റെ ഈശോയെ സ്തുതിക്കുന്നപ്പാ. ഈശോ, ഈശോയെ ആരാധിക്കുന്നപ്പാ, നന്ദി പറയുന്നപ്പാ, മതിമറന്ന് ഞങ്ങൾ ആരാധിക്കുന്നപ്പാ. ഈ ബലിപീഠത്തിൽ നിന്ന് കൃപകൾ ഒഴുകപ്പെടട്ടെ അപ്പാ. ലോകത്തിലേക്ക് വിളിച്ചു കരയുന്ന മക്കളിലേക്ക്, നാനാജാതി മതസ്ഥരിലേക്ക്, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് കൃപകൾ നിറയ്ക്കണേ അപ്പാ. സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നപ്പാ, നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. കൃപ വേണമപ്പ,
കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. തിരുസന്നിധിയിൽ കൂപ്പുകരങ്ങളോടെ നമുക്കായിരിക്കാം. സ്വർഗം ഭൂമിയിലേക്ക് താണിറങ്ങി വന്നിരിക്കുന്ന ഈ അനുഗ്രഹീത മണിക്കൂറിൽ എൻ്റെ ഈശോയെ, എൻ്റെ ഉള്ളം നിനക്ക് വേണ്ടി തുടിക്കുന്നു കർത്താവേ. എനിക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി നൽകുവാൻ തിരുവോസ്തിയിൽ സംജാതനായ കർത്താവേ, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയുടെ കൃപാവരത്തിന് സിംഹാസനത്തെ സമീപിക്കാമെന്ന് വിശുദ്ധ ശ്ലീഹ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട്, ഓ കർത്താവേ, വലിയ പ്രതീക്ഷയോടെ ഞങ്ങളിത് അങ്ങയുടെ പക്കലായിരിക്കുന്നു. കൃപയുടെ ഇരിപ്പിടമാകുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതം മൊത്തം അർപ്പിക്കുകയാണ് ഈശോയെ. അവിടുന്ന് ഞങ്ങളെ ഒന്ന് നോക്കി കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലത് കൈ നട്ടുവെച്ച ഈ മുന്തിരിവള്ളികളെ, നിന്റെ പ്രിയപ്പെട്ട മക്കളെ ഈശോയെ നീ ഒന്ന് നോക്കി കാണണേ കർത്താവേ. ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോയ അവസ്ഥകളുണ്ട്. ഭയങ്ങൾ ഞങ്ങളെ പിടികൂടിയിട്ടുണ്ട് കർത്താവേ. വേണ്ട വിധത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് കർത്താവെ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഈശോ, നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുമ്പോൾ വഴിമുട്ടിപ്പോയ അനേകം ജീവിതങ്ങളെ ഇതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്റെ പക്കലേക്ക് എടുത്തു വെക്കുന്നു. ഓ ഈശോയെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ, അടയാളങ്ങൾ ചെയ്യാൻ ഈ ബലിപീഠം വിട്ട് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ മാത്രമാണ് ഈശോ ഞങ്ങൾക്ക് അഭയം. എൻ്റെ കർത്താവേ, ഹൃദയം വിങ്ങുന്ന വേദനകൾ ഒത്തിരി മക്കൾക്കുണ്ട് കർത്താവേ. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് കർത്താവേ. ഭയം ഞങ്ങളെ പിടികൂടിയിട്ടുണ്ട് കർത്താവേ. നിരാശ ഞങ്ങളെ അടിമപ്പെടുത്തിയിട്ടുണ്ട് കർത്താവേ. മല പോലെ പ്രശ്നങ്ങൾ, ഓ കർത്താവേ, ഒന്നും വിവരിക്കാനാവാത്ത വിധത്തിൽ തറപറ്റിയിരിക്കുന്ന നിന്റെ മക്കളെ കർത്താവെ നീ ഇപ്പോൾ നോക്കിക്കാണണം. പ്രിയപ്പെട്ട മക്കളെ, ആരൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിട്ടുണ്ടോ, ആരൊക്കെ ഈശോയെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ, അവരെയൊക്കെ ഈശോ തൊട്ടിട്ടുണ്ട്. ഈശോയെ തൊടാൻ ഈശോ അനുവദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഹൃദയം കൊണ്ട് ഈശോയെ തൊടാനൊന്ന് ആഗ്രഹിച്ച്, നിന്റെ ഈശോ നിന്റെ കൂടെ വരാൻ നീ ഒന്ന് ആഗ്രഹിച്ച്, ജീവിതത്തിൽ മാനസാന്തരങ്ങൾ ഉണ്ടാകാൻ നീ ഒന്ന് ആഗ്രഹിച്ച്, ശക്തി കിട്ടാൻ നീ ഒന്ന് ആഗ്രഹിച്ച്, കർത്താവെ നീ മാത്രമാണ് കർത്താവെ എൻ്റെ ബലം. കർത്താവെ, തറ പറ്റിപ്പോയി എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ എന്ന് ഓരോ ജീവിതങ്ങളും പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ അപ്പാ. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും സമർപ്പിക്കുക, ഈശോയ്ക്ക് സമർപ്പിക്കുക. അവൻ അസാധ്യമായി ഒന്നുമില്ല. ഞാൻ സകല ഭക്തരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃപ നിറഞ്ഞ തമ്പുരാൻ ജീവനുള്ള യേശു ക്രിസ്തു നിന്നോട് ചോദിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് വീണ്ടും വീണ്ടും അവന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി വിളിച്ച് യേശുവേ, എന്റെ യേശുവേ എന്ന് വിളിക്കട്ടെ. ഓ കർത്താവേ, ഹൃദയം തുറന്ന് ഞങ്ങൾ വിളിക്കുന്നു. നിന്നെ ഞങ്ങൾക്ക് വേണം ഈശോയെ. നിന്നെ തൊടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയെ. നിന്റെ കൃപകൾ കൊണ്ട് സമ്പന്നരാകാൻ ദരിദ്രരായ ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പാ. ഈശോയെ, ഈശോയെ, എന്റെ ഈശോയെ സ്തുതിക്കുന്നു കർത്താവേ. നന്ദി പറയുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. ലോകം ഒന്നാകെ, ലോക രാഷ്ട്രങ്ങൾ ഒന്നാകെ, ഓ കർത്താവേ, എല്ലാ കുടുംബങ്ങളും ഒന്നാകെ നിന്നെ ആരാധിക്കുന്നപ്പാ, നിന്നെ സ്തുതിക്കുന്നപ്പാ, നിനക്ക് നന്ദി പറയുന്നപ്പാ. ഓ കർത്താവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിടുവാ തിരുകൃപ മതി എനിക്ക്.
എനിക്ക് നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ചോദിക്കും മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന തമ്പുരാനെ, കൃപകൾ ഞങ്ങളിലേക്ക് ധാരാളമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈശോയെ, ഈ സമയം അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഓർത്ത് ഞങ്ങൾ അനുതപിക്കുകയാണ് ഈശോയെ. ഓ കർത്താവേ, എവിടെയൊക്കെയോ മനുഷ്യശക്തിയിൽ ഞങ്ങൾ ആശ്രയിച്ച്, ബുദ്ധിയിൽ ഞങ്ങൾ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ വലിയ കൃപ, അവൻ്റെ കാരുണ്യം ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി കർത്താവേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ പരിശുദ്ധമായ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. ഞങ്ങൾക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട് കർത്താവേ, കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകൾ, വീഴ്ചകൾ ഓർത്ത് കർത്താവേ എനിക്ക് മാപ്പ് തരണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇന്ന് കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അനുതപിക്കുന്ന വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ അനന്ത കൃപ, നിലം പറ്റിപ്പോയ നിന്റെ ജീവിതത്തെ ഒരു സെക്കൻഡുകൾ കൊണ്ട് ഉയർത്താൻ പറ്റുന്ന അവൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, ഈശോയെ എന്നോട് കരുണയായിരിക്കണം, ഈശോയെ എന്നോട് കൃപയാകണേ അപ്പ, എനിക്ക് കുറവ് വന്നു പോയെന്ന് അനുദപിക്കട്ടെ. എല്ലാ മക്കളും അനുദപിക്കട്ടെ. ഈശോ, എനിക്ക് കുറവ് വന്നു ഈശോയെ, എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട് ഈശോയെ, വാക്കില് ചിന്തയില് പ്രവൃത്തിയില് വീണ് പോയിട്ടുണ്ടപ്പ. വലിയ കൃപ എൻ്റെ കുടുംബത്തിലേക്ക്, കർത്താവേ ഈ ദേശത്തിലേക്ക്, ഈ നാട്ടിലേക്ക്, ലോകത്തിലേക്ക് ഓ കർത്താവെ ചൊരിയണേ കർത്താവേ. നീയാണ് ആശ്രയമെന്ന് മനസ്സിലാക്കാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണ കർത്താവേ. അഹങ്കരിച്ചു പോയപ്പാ, എളിമപ്പെടാതെ പോയപ്പാ, മനുഷ്യബുദ്ധിയിൽ ആശ്രയിച്ചു പോയപ്പാ, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കണേ അപ്പാ. കരുണയായിരിക്കണേ ഈശോയെ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ദാസരിൽ കരുണയായിരിക്കേണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ദാസരിൽ കരുണയായിരിക്കേണമേ. തിരുസന്നിധിയിൽ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക്, ആശീർവാദത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, സങ്കീർത്തനം 26:8 വചനം പറയും, കർത്താവേ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. ബലിപീഠത്തിൻ്റെ അടുത്ത് കൃപയാൽ പൂരിതയായ പരിശുദ്ധ അമ്മ നിലകൊള്ളുന്നെന്ന് നീ വിശ്വസിക്കണം. ഈ ബലിപീഠം, ഈ തിരുവോസ്തി, ഈ സ്വർഗീയ ഇടം കർത്താവെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കുറവില്ലാതെ നിറവ് തരാൻ കഴിയുന്നവനായ അവൻ്റെ സന്നിധിയിൽ നിന്റെ ആവശ്യങ്ങൾ ഒന്നൊന്നായി നീ എണ്ണി എണ്ണി പറയണം. എന്താണോ നിന്റെ വേദനകൾ, ഏതവസ്ഥയാണോ നിനക്കുള്ളത്, അത് മുഴുവൻ ഇവിടെ വെക്കണം. ദൈവം തരാത്തതായി ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് തരാൻ കഴിയാത്തതായും ഒന്നുമില്ല. വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും, അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും,
അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ പുത്രനോട് അഭ്യർത്ഥിച്ചതുപോലെ ഈ തിരുവോസ്തിയുടെ ആരാധനയുടെ മണിക്കൂറിൽ നിനക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പുത്രനോട് അഭ്യർത്ഥിക്കും. നിറവിൻ്റെ ഒരു ലോകം നിനക്ക് കാണാൻ പറ്റും. കുറവുകൾ മാറ്റപ്പെടുന്ന ഒരു മണിക്കൂറായി നിന്റെ ജീവിതം സ്വർഗം മാറ്റും. പ്രിയപ്പെട്ട മക്കളെ, കുടുംബവും വ്യക്തി ജീവിതങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയെ സ്തുതിക്കട്ടെ, ഈശോയെ ആരാധിക്കട്ടെ, മതിമറന്ന് സ്തുതിക്കട്ടെ. സ്വർഗത്തിന്റെ കൃപ ചൊരിയപ്പെടട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവ് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും, രോഗികളായ മക്കള്, ജോലിയില്ലാത്ത മക്കള്, ട്യൂമർ രോഗികള്, ക്യാൻസർ രോഗികള്, കുടുംബ സമാധാനമില്ലാത്ത മക്കള്, വിവാഹം നടക്കാത്ത മക്കള്, ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. കഠിനമായ രോഗപിഴയിലായിരിക്കുന്ന അവസ്ഥ, കോവിഡ് രോഗത്തിൽ അകപ്പെട്ടിരിക്കുന്ന മക്കള്, ഓ കർത്താവെ, ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ വഴി ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യണം ഈശോയെ. അടയാളങ്ങൾ സംഭവിക്കണം കർത്താവെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ നിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കർത്താവെ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഈശോ, 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 ഈശോ. ഹാലലുയ്യ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നാം ഒരുങ്ങുകയാണ്. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിച്ച ഈ സമയം കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ദിവികാരുണ്യനാഥനെ നമ്മുടെ പക്കല് ഹൃദയത്തിൽ കുടുംബത്തിൽ ഏറ്റെടുത്ത് ജപമാല വഴി വലിയ അത്ഭുതങ്ങൾ ഈ നാളുകളിൽ നമ്മുടെ കുടുംബത്തിൽ ഈശോ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന.